ഹരിച്ചേട്ടാ, ഒരു ചരിത്ര സംഭവം നടന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചരിത്ര സംഭവം എന്ന് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങളൊക്കെ അറിയാമല്ലോ, അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ആ സംഘർഷങ്ങളൊക്കെ അവസാനിച്ച് സമാധാനത്തിൻ്റെ നാളുകൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം, ഈ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതാണ്, ചൈന കയ്യേറിയ ഒരു പ്രദേശത്തുനിന്ന് അവരുടെ സൈന്യം അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾ പിന്മാറുക എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് വർഷങ്ങളായിട്ട്, നെഹ്റുവിൻ്റെ കാലത്ത് പോലും കയ്യേറിയതാണ്, അത്തരം സ്ഥലങ്ങളിൽ നിന്നെല്ലാം ചൈന സൈനികമായി പിന്മാറുകയാണ്. എന്നിട്ട് യഥാർത്ഥ അതിർത്തി കാത്തു സൂക്ഷിക്കാൻ, അത് നിലനിർത്താനുള്ള പരിശ്രമങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇന്ത്യയും ചൈനയും. ഈ സത്യത്തിൽ ഈ വാർത്ത വിശ്വസിക്കാമോ? ഇത് സത്യമാണോ? എന്താണ് അങ്ങേക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രശാന്തേ, ഇത് വിശ്വസനീയമായ വാർത്ത തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള പല വ്യക്തികളും ഇത് അവിശ്വസനീയമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ലോകത്തിന് ഒരു കാലത്തും ചൈന അവർ കടന്നു കയറിയ പ്രദേശത്തുനിന്ന് പുറകോട്ട് പോയ ചരിത്രമില്ല. അത് കാരണം പലർക്കും ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ സംഗതി സത്യമാണ്, അതായത് പകല് പോലെ സത്യമാണ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ ചൈന കയ്യേറിയ കിഴക്കൻ ലഡാക്കിലെ ഡംചോക്, എപ്സാങ് എന്നീ പറയുന്ന 2 പ്രദേശങ്ങളിൽ നിന്ന് ചൈനീസ് പട്ടാളം പുറകോട്ട് പോയി. മാത്രവുമല്ല, ഈ കിഴക്കൻ ലഡാക്കിൽ ചൈന ഒരുപാട് സ്ഥലങ്ങളിൽ ചില കടന്നുകയറ്റമൊക്കെ നടത്തിയെങ്കിലും അതെല്ലായിടത്തു നിന്നും പിന്മാറിയിരുന്നു. പക്ഷേ ഇന്ത്യ ചൈന അതിർത്തി, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളില് പിന്നെ ഡെപ്സാങ്, ഡംചോക് എന്ന് പറയുന്ന ഈ 2 പ്രദേശങ്ങൾ, കിഴക്കൻ ലഡാക്കിലെ ഈ പ്രദേശങ്ങളിൽ ചൈന പിന്മാറി എന്നുള്ളത് വളരെ സത്യമാണ്. ഇത് ഇന്ത്യയും ചൈനയും അംഗീകരിക്കുന്നു. ഇന്നത്തെ കാലത്ത് സാറ്റലൈറ്റ് പിക്ചേഴ്സിലെല്ലാം ഉണ്ട്. അപ്പൊ ഇതിൽ ആർക്കും കള്ളം പറയാനൊന്നും പറ്റത്തില്ല. ഞാൻ ഓർക്കുന്നത്, ഈ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് പിന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഇന്ത്യയുടെ വളരെയധികം, ഏതാണ്ട് 2000-ലധികം ചതുരശ്ര കിലോമീറ്റർ ചൈന കൈയടക്കി വെച്ചിരിക്കുന്നു, പ്രധാനമന്ത്രി എന്ത് ചെയ്യുകയാണെന്ന്. എനിക്കും രോഷം തോന്നി. കാരണം ഇന്ത്യയുടെ ഭൂമി കയ്യേറുന്നു, പ്രധാനമന്ത്രി ഈ ദേശീയതയൊക്കെ പറയുന്നു, ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഒരു ദേഷ്യം എനിക്കും തോന്നിയിരുന്നു. പക്ഷേ വസ്തുതകൾ അറിയാതെയായിരുന്നു എന്റെ രോഷമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അതായത് യഥാർത്ഥത്തിൽ പിന്നെ ഇന്ത്യയുടെ പ്രദേശമൊന്നും ചൈന കയ്യേറിയിട്ടില്ല. പക്ഷെ സംഭവിച്ചിരുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയ്ക്കുള്ള നോമാൻസ് ലാൻഡ്, അതായത് ഇരു സൈന്യങ്ങളും പട്രോളിംഗ് നടത്തുന്ന ഒരു ഏരിയ, ആ ഏരിയയിൽ കടന്നു കയറിയ ചൈന പിന്നോട്ട് പോകുന്നില്ല. മനസ്സിലായോ? ഇതായിരുന്നു സംഭവിച്ചത്. പക്ഷെ അത് സത്യമായിരുന്നു താനും. കാരണം ഇത് രാഹുൽ ഗാന്ധി മാത്രമല്ല പറയുന്നത്. ലഡാക്ക് SP ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് ഓഫീസർമാരുടെ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ വിഷയം ആഭ്യന്തരമന്ത്രിയുടെ മുൻപാകെ ഉന്നയിക്കുകയും അത് പിന്നെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്നും, അതായത് ഈ ലഡാക്കിലെ പിന്നെ കന്നുകാലി വളർത്തൽ മാർഗമായി കരുതുന്ന ഈ കാര്യങ്ങളെ മേയിക്കാൻ പറ്റുന്നില്ല എന്നും അവർ ലഡാക്ക് SP പറഞ്ഞു. അപ്പോ ഈ പറഞ്ഞത് സത്യമായിരുന്നു. പക്ഷേ അതിനുള്ളിലെ ആ സത്യത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് ഈ പറയുന്ന പോലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഇരു സൈന്യങ്ങളും പട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു സുപ്രഭാതത്തിൽ ചൈന ഇന്ത്യൻ സൈന്യത്തെ അനുവദിക്കാതെ. പക്ഷേ ഇവിടെ ഈ മാറ്റം തുടങ്ങുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ബ്രിക്സ് മീറ്റിംഗിന്റെ ഭാഗമായിട്ട് കസാൻ, അതായത് റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശത്തുള്ള കസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ബ്രിക്സ് മീറ്റിംഗ് ഏറ്റവും ഒടുവിൽ നടന്നത്. 1 മാസം 2 മാസമേ ആയിട്ടുള്ളൂ. ആ മീറ്റിംഗിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓൺ ദ സൈഡ് ലൈൻസ് ഓഫ് ദ മീറ്റിംഗിൽ വെച്ചിട്ട് പിന്നെ ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ച നടത്തുകയും അതുപോലെ തന്നെ ആക്ച്വൽ കൺട്രോളിൽ സമാധാനം കൊണ്ടുവരാനും തീരുമാനിച്ചു. ഇപ്പം നടന്നിരിക്കുന്നത് സൈന്യങ്ങൾ പിന്മാറി. ഇനി ഡി എസ്കലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ പിന്നെ സംഘർഷത്തിന് അയവ് വരുത്തുക, പിന്നെ രണ്ടാമത് ബോർഡർ മാനേജ്മെന്റ് ഡീറ്റെയിൽസ്, ഇത് രണ്ടും ചെയ്യുക. അല്ല, അങ്ങ് പറഞ്ഞ ഈ ലൈൻ ഓഫ് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന, നമ്മുടെ നിയന്ത്രണ രേഖ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരവരുടെ അതിർത്തിയിൽ നിന്ന്, അവരവരുടെ പ്രദേശത്ത് നിന്ന് പെട്രോളിംഗ് നടത്തുക, ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. ഞാനിതിൽ ചോദിക്കാൻ വന്നത്,
ഈ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി ആണല്ലോ, അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അവരെക്കുറിച്ച്. ചൈന ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഈ സൈന്യം അവരുടെ തന്നെ എന്താ പറയുക മുന്നോട്ടുള്ള പോക്കിൽ ഈ സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണം, സൈന്യത്തിനകത്ത് നടക്കുന്ന ചില പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ, പരിശീലനങ്ങൾ, ഇതിലൊക്കെ വലിയ കുറവ് ചൈന വരുത്തിയിരിക്കുന്നു, ബജറ്റിൽ തന്നെ വലിയ കുറവ് വരുത്തിയിരിക്കുന്നു എന്നും കേൾക്കുന്നു. ചൈനയുടെ സാമ്പത്തിക നില പരുങ്ങലിലാണ് എന്നാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധന്മാരടക്കം പറയുന്നത്. ഇതാണോ വാസ്തവത്തിൽ ഇതിന് കാരണം, അതോ നയതന്ത്ര തലത്തിൽ ഇന്ത്യ നേടിയ വിജയമാണോ ഇത്? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടെ ഈ സമാധാന ശ്രമങ്ങളെ കുറിച്ച് അതിന്റെ വിശദമായിട്ട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. മോഡി സി ജിൻപിങ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മീറ്റിംഗ് ഓഫ് സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ്സ്, അതായത് പ്രത്യേക ദൂതന്മാരുടെ മീറ്റിംഗ് അവിടെ നടന്നു. അത് ഈ അടുത്ത സമയത്ത് ബെയ്ജിങ്ങിൽ വെച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവാലും ചൈനയുടെ വിദേശകാര്യ മന്ത്രി വാങ് യി ഇവർ രണ്ടുപേരും കൂടെ കൂടിക്കാഴ്ച, അതിന് 6 പോയിന്റ് ഉള്ള ഒരു അജണ്ട അവര് രൂപപ്പെടുത്തി. ആ രൂപപ്പെടുത്തിയ അജണ്ട പ്രകാരം, അതായത് മുടങ്ങിക്കിടന്ന കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കുന്നു, ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം സിക്കിമിലെ നാഥുല എന്ന് പറയുന്ന ഒരു ചുരമുണ്ട്, ആ നാഥുല പാസ് എന്ന് പറയും. ആ നാഥുല ചുരത്തിൽ നിന്നും നമ്മുടെ ചൈനയുമായുള്ള വ്യാപാരം നടക്കുന്നിടത്തെ എല്ലാ പ്രതിസന്ധികളും അത് തീർക്കാനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി പ്രദേശത്തോട് ഒഴുകുന്ന നദികളുടെ വിശദാംശങ്ങൾ, അതിന്റെ വെള്ളത്തിന്റെ അളവ്, മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വിശദാംശങ്ങളും ഇരു രാജ്യങ്ങളും കൈമാറാനും തീരുമാനിച്ചു. അതായത് വളരെ വ്യക്തമായ ഒരു അജണ്ട ഉണ്ടാക്കി കൃത്യമായി ഇനി ഈ സമാധാനം മുന്നോട്ട് പോകും. അതായത് ശാശ്വതമായ ഒരു പരിഹാരം അങ്ങനെ ഞാൻ പറയുന്നില്ല. ഈ ലോകത്തിൽ ഒന്നിനും ശാശ്വത പരിഹാരമില്ല. പക്ഷെ തൽക്കാലത്തേക്ക് വലിയ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പ്രശാന്ത് എന്നോട് ചോദിച്ച ചോദ്യം, അതായത് ചൈന പ്രതിസന്ധി ആണോ എന്ന് വെച്ചാൽ ചൈനയ്ക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ചൈന വലിയൊരു ഇപ്പൊ ശ്രീലങ്കയോ പാകിസ്ഥാനോ അനുഭവിച്ച ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊന്നും ചൈന പോയില്ല. അതൊക്കെ നമ്മുടെ ചില ഇവിടുത്തെ ഊഹാപോഹങ്ങൾ പറയും. ഞാൻ അതിനോടൊന്നും യോജിക്കുന്ന ആളല്ല. കാരണം 16 ട്രില്യൺ വരുന്ന മൂല്യമുള്ള ഒരു എക്കണോമി ഉള്ള ഒരു രാജ്യം അല്ല, എക്കണോമി അതായത് മൊത്തത്തിലുള്ള എക്കണോമി അവരുടെ മൂല്യമാണ്. അത് US എക്കണോമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി. അതിന്റെ മൂല്യം എന്ന് പറയുന്നത് 27 ട്രില്യൺ ആണ്. ഡോളർ കണക്കിലാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ ചൈനയാണ്. അപ്പൊ ആ ചൈന ഒരു സുപ്രഭാതത്തിൽ ഒരു തുമ്മിയാൽ തെറിക്കുന്ന മൂക്കൊന്നും അല്ല ചൈനയുടെ എക്കണോമി. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട. ചൈന നമ്മൾ കുറച്ച് കാണുകരുത്, കൂടുതലും കാണരുത്. ചൈന വലിയ മുന്നേറ്റം സാങ്കേതിക രംഗങ്ങൾ നടത്തിയ ഒരു രാജ്യമാണ്. പക്ഷെ അവരുടെ ഒരു മുന്നോട്ടുള്ള കുതിപ്പിന് ചില തടസ്സങ്ങൾ ഇപ്പോഴുണ്ട്. എന്ന് വെച്ചാൽ അവർ തകരുമെന്നല്ല ഞാൻ. പക്ഷേ അവർക്ക് ഇന്ത്യയുമായിട്ട് സമാധാനം വേണ്ടതിന്റെ ഏറ്റവും വലിയ കാര്യം, ഇന്ത്യ ചൈന വ്യാപാരം എന്ന് പറയുന്നത് ഒരു വർഷം ഏതാണ്ട് 116 ബില്യൺ US ഡോളറിന്റെ വ്യാപാരം നടക്കുന്നുണ്ട്. അത് ചൈനയ്ക്ക് അനുകൂലമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ 3 പാർട്ണർമാരാണ്. ഒന്ന് ചൈന, ഒന്ന് US, ഒന്ന് UAE. അപ്പൊ അതില് ഈ ഇന്ത്യ ചൈന വ്യാപാരം ചൈനയ്ക്ക് അനുകൂലമാണ്. അങ്ങനെ നടക്കുന്ന ഒരു വ്യാപാരം നടക്കുന്ന ഒരു രാജ്യത്തിനെ പിണക്കാൻ ചൈന തയ്യാറാണ്. മാത്രമല്ല ഇന്ത്യ വളരെ ശക്തമായ ചില നടപടികൾ എടുത്തു സാമ്പത്തിക രംഗത്ത്. ഉദാഹരണമായിട്ട് പല ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള അവസരം നിഷേധിച്ചു. പിന്നെ രണ്ടാമത് ചൈനയുടെ നിരവധി ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ഒരു ആപ്പും ഇന്ത്യയിലില്ല. ചൈനയ്ക്ക് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ട് ഇന്ത്യയായിട്ട് സംഘർഷം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഫാക്ടറികളുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് ഫാക്ടറി കൊണ്ടുവരുവാണ്. അപ്പൊ ഇന്ത്യയെ എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ്. ആ സാമ്പത്തിക ശക്തി വെറുപ്പിച്ചുകൊണ്ട് ചൈനയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് ചൈനയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഒരു തത്വശാസ്ത്രമുണ്ട്. അവർ യുദ്ധം ചെയ്യാതെ യുദ്ധം ജയിക്കുക എന്ന് പറയും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധത്തിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സലാമി സ്ലൈസിങ് എന്നാണ്. സലാമി സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ പതുക്കെ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൻ പുറത്ത് അതിര് മാന്തുക എന്ന് പറയും. അല്ല, ചൈനയ്ക്ക് ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു ധൈര്യം എന്നല്ല ഞാൻ പറയുന്നത്. അവരത് ചെയ്യില്ല. അവരുടെ എക്കണോമിയെ നശിപ്പിച്ചുകൊണ്ട് അങ്ങനെ അവർ ചെയ്യില്ല. ആ യാഥാർത്ഥ്യബോധമാണ്. ഇന്ത്യ കരുത്തുള്ള ഒരു രാജ്യമാണെന്നും ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്ത് ചുമ്മാ അങ്ങ് ജയിക്കാൻ പറ്റത്തില്ല എന്ന് പറയാം. അപ്പൊ ഈ യാഥാർത്ഥ്യബോധവും അതുപോലെ തന്നെ
അവരുടെ തന്നെ താല്പര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ സമാധാനപൂർണമായ ഒരു ഇന്ത്യ ചൈന ബന്ധം അവർക്കും ഗുണമാണ്. അതാണ് അതിനകത്തിലെ കാര്യം. പിന്നെ ശക്തമായ നിലപാടുകളെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ വളരെയധികം നേട്ടം കൈവരിച്ചു. അത് നമ്മൾ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല. ഇതാണ് എനിക്ക് ഇതിനകത്ത് പറയാം. ശരിക്കും മോദി ഈ ഇന്ത്യ ചൈന സംഘർഷം താൽക്കാലികമായിട്ടെങ്കിലും അവസാനിപ്പിച്ചൊരു സമാധാനം കൊണ്ടുവന്നതിൽ കയ്യടി നേടിയിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ പറയാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. എന്തായാലും ഈ ഇന്ത്യ ചൈന ഈ എന്താ പറയുക, ഒരു അയൽപക്കക്കാർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകട്ടെ. അത് രണ്ട് രാജ്യങ്ങൾക്ക് ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതാണ്. ഇനിയെങ്കിലും ഈ അതിര് തർക്കം പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞ് പിന്നെ ചുമ്മാ തർക്കവും വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതിന് പകരം രാജ്യത്തെ ജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ട് രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകട്ടെ. നമുക്ക് എന്തായാലും നരേന്ദ്രമോദിക്ക് ഒരു നല്ല കയ്യടി ഇക്കാര്യത്തിൽ കൊടുക്കാം. എന്തായാലും അദ്ദേഹം വിജയിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നയതന്ത്ര തലത്തിൽ. തീർച്ചയായിട്ടും മോഡി ആ കയ്യടി അർഹിക്കുന്നു.